നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിനും മോചനമില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ഇന്ത്യക്ക് മേൽ തന്നെ പ്രഖ്യാപിച്ച പകരം തീരുവ കേരളത്തിന്റെ കയറ്റുമതി മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. കാർഷിക ഉൽപ്പന്നങ്ങളെയായിരിക്കും പ്രധാനമായി തന്നെ ബാധിക്കുക എന്നും പറയുന്നുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് US. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ തീരുവ യുദ്ധ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് കേരളത്തിലെ കയറ്റുമതി മേഖല കാണവർ നോക്കിക്കാണുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ തന്നെ 500ഓളം കോടി രൂപയുടെ കയറ്റുമതിയാണ് കേരളം അമേരിക്കയിലേക്ക് നടത്തിയത്. ഇതിൽ ഭൂരിഭാഗവും കശുവണ്ടി, അരി, പഴം, തേയില തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളാണുള്ളത്. ഇവയെല്ലാം തന്നെ ട്രംപിന്റെ തീരുവ ബാധിപ്പിക്കും. കാർഷിക രംഗത്തെ വരുമാന വർധനവിന് മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപാദനം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് US ഉൾപ്പെടെയുള്ള വിദേശ വിപണികൾ കണ്ടാണ്. ഇതിനും ട്രംപിന്റെ തീരുവ പാരയാകും. അതേസമയം ട്രംപിന്റെ തീരുവ നയം ചില മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറന്നിടുന്നുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ അവസരം മുതലാക്കാനുള്ള നയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രൂപം കൊടുക്കുന്നതുണ്ടെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവും സംഭവിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണി 1600 പോയിന്റിലധികം തന്നെ ഇടിഞ്ഞിരിക്കുന്നു. കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഓഹരി വിപണി ഇത്രയും ഇടിയുന്നത്. എന്നാൽ ഓഹരി വിപണി കുതിച്ചുയരാൻ തന്നെ പോകുന്നു എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെ കാര്യങ്ങൾ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗിയെ പോലെ ആയിരുന്നുവെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. ഉയർന്ന താരിഫ് ഒഴിവാക്കാനായി അമേരിക്കയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെയും അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. രാജ്യത്തേക്ക് ട്രില്യൺ കണക്കിന് നിക്ഷേപം എത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതീക്ഷ. വിവിധ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ചുമത്തുന്ന ചുങ്കവും തിരിച്ച് അമേരിക്ക ചുമത്തുന്ന ചുങ്കവും ഉൾപ്പെട്ട പട്ടിക ബുധനാഴ്ചയാണ് ട്രംപ് പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% US ചുമത്തിയ പകരച്ചുങ്കം. ട്രംപിന്റെ വീക്ഷണത്തിൽ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത് മാത്രമാണ് പകുതി. ഇത് പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തീരുവർദ്ധനവ് തന്നെ ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമൊക്കെ വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയിൽ പറയുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ. ട്രംപിന്റെ വീക്ഷണത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിന്റെ പകുതി മാത്രമാണിത്. പകരച്ചുങ്കം നിരവധി വർദ്ധിച്ചപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തീരുവർദ്ധനവ് വലിയൊരു തിരിച്ചടിയല്ലെന്നും മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയിൽ പറയുന്നത്. വ്യാപാര രംഗത്തെ എതിരാളികളുമായി താരതമ്യപ്പെടുത്തിയാൽ ഭേദമാണ് ഇന്ത്യയുടെ അവസ്ഥയെന്നും അവർ കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്.